ranks given by two judges in a music competition are given below. Calculate a rank correlation coefficient. ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, തന്നിരിക്കുന്നത് തന്നെ റാങ്ക് ആണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ റാങ്ക് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്താൽ മതി. റാങ്ക് കോറിലേഷന്റെ ഫോർമുല എന്താണ്? റോ ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ആണ് ഫോർമുല. നോക്കുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഡി ആണ്. ഡി എന്ന് വെച്ച് കഴിഞ്ഞാല് റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ ഞാൻ ഡി എന്ന് പറഞ്ഞിട്ടൊരു കോളം കൺസ്ട്രക്ട് ചെയ്തു. സ്മോൾ ലെറ്റർ ഡി ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഡി ആവാം. ഡി എന്ന് വെച്ചാല് റാങ്ക് ഓഫ് എക്സ് മൈനസ് റാങ്ക് ഓഫ് വൈ ആണ്. സോ 4 മൈനസ് 4 0, 6 മൈനസ് 5 6ൽ നിന്ന് 5 പോയാല് 1, 5 മൈനസ് 6 നെഗറ്റീവ് 1, 3 മൈനസ് 1 2, 2 മൈനസ് 2 0, 1 മൈനസ് 3 നെഗറ്റീവ് 2. ദെൻ ഡി സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡി സ്ക്വയർ ഈ ഓരോ വാല്യൂസിന്റെയും സ്ക്വയർ ചെയ്യുക. 0, 1, 1, 4, 0, 4. ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 10 ആണെന്ന് ആൻസർ വന്നു. ഇനി റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ പറഞ്ഞത്? റോ ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ആണ് ഫോർമുല. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാല് ഈ ഡി സ്ക്വയർ കോളത്തിന്റെ സമ്മ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ n 1, 2, 3, 4, 5, 6 ഒബ്സർവേഷൻ ആണുള്ളത്. 6 ഇൻറ്റു 6 സ്ക്വയർ മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 60 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 36. 36 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 35. Equal to 1 minus 60 divided by 210 which is equal to answer വരുന്നത് 0.714. Question number 88. If y equal to 3/4x plus 9/4 is the regression line of y on x. Regression coefficient of y on x is y equal to 3/4x plus 9/4 ആണ് തന്നിരിക്കുന്ന റിഗ്രഷൻ ഇക്വേഷൻ. ഈ ഇക്വേഷൻ y on x ആണ്. അപ്പൊ എങ്ങനെ y on x ന്റെ ഫോർമുല നമ്മൾ പഠിച്ചത്? y മൈനസ് y ബാർ ഈക്വൽ ടു byx ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അപ്പൊ എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ആണ് എന്ത്? byx, അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞു നമ്മൾ അതിന്? റിഗ്രഷൻ കോഎഫിഷ്യന്റ് y on x ആണെന്ന് പറഞ്ഞു. y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വരുന്ന ഇക്വേഷനില് എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് y on x എന്ന് പറഞ്ഞു വിളിച്ചത്. സോ y ഈക്വൽ ടു 3/4xല് എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്? 3/4 ആണ്. അപ്പൊ ഇതാണ് എന്ത്? റിഗ്രഷൻ കോഎഫിഷ്യന്റ്. 2 lines of regression in a regression analysis are given by 2x plus 3y man equal to 0 and 4x plus 2y plus 7 equal to 0. Calculate the mean value of x and mean value of y. തന്നിരിക്കുന്ന ഇക്വേഷൻ 2x plus 3y plus 1 equal to 0യും സെക്കൻഡ് ഇക്വേഷൻ 4x plus 2y plus 7 equal to 0. ഇങ്ങനെയാണ് രണ്ട് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എക്സ് ബാർ വൈ ബാർ എന്നുള്ള പോയിന്റിലാണെങ്കിൽ
ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? 2x ബാർ പ്ലസ് 3y ബാർ പ്ലസ് 1 ഈക്വൽ ടു 0യും 4x ബാർ പ്ലസ് 2y ബാർ പ്ലസ് 7 ഈക്വൽ ടു 0 ആണെന്ന് എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് ഈ 1നെ 0ന്റെ കൂടെ കൊണ്ടുപോയി അന്നേരം എന്ത് ചേഞ്ച് വരും നോക്കൂ. 2x ബാർ പ്ലസ് 3y ബാർ പ്ലസ് 1 0ന്റെ ഇങ്ങേ ഭാഗത്ത് വരുമ്പോ എന്തായി മാറി? -1 ആയി മാറി. സെക്കൻഡ് ഇക്വേഷൻ 4x ബാർ പ്ലസ് 2y ബാർ പോസിറ്റീവ് 7 0ന്റെ കൂടെ വരുമ്പോ എന്തായി മാറും? -7 ആയി മാറി. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. സെക്കൻഡ് വൺ ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇനി നിങ്ങൾ ചിന്തിക്കാനുള്ളത് ഇതിന് 0 ആക്കണം. ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് 0 ആവണം. അപ്പൊ നോക്കൂ, അത് 0 ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യാനുള്ളത്? പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്നുള്ളത് ചിന്തിക്കണം. അപ്പൊ നോക്കൂ, 0 ആവണം എന്നുണ്ടെങ്കിൽ രണ്ടിന്റെ കോഎഫിഷ്യന്റും എക്സ് ബാറില് രണ്ട് ഇക്വേഷന്റെ കോഎഫിഷ്യന്റും സെയിം ആവണം. ഇവിടെ ഒരിടത്ത് 2 ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ 4 ആണ്. അപ്പൊ 2നെ 4 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതിയാകും? ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 2 4x ബാർ പ്ലസ് 2 into 3 6y ബാർ ഈക്വൽ ടു 2 into -1 -2. സെക്കൻഡ് ഇക്വേഷൻ നോക്കൂ, 4x ബാർ പ്ലസ് 2y ബാർ ഈക്വൽ ടു -7. ഇനി നോക്കുക, രണ്ട് ഇക്വേഷനും പോസിറ്റീവ് ആണ്. 0 ആക്കാൻ വേണ്ടി പോകുന്ന രണ്ട് കോഎഫിഷ്യന്റും പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് ചെയ്താൽ മതി. 4x ബാറിൽ നിന്ന് -4x ബാർ എന്ത് കിട്ടും നമുക്ക്? 0. 6y ബാർ -2y ബാർ 6y ബാറിൽ നിന്ന് 2y ബാർ പോയി കഴിഞ്ഞാൽ എത്രയാ? 4y ബാർ ഈക്വൽ ടു, ഇനി ഇത് മാത്രം ഞാനൊന്ന് ഇവിടെ എടുത്ത് എഴുതണു, -2 മൈനസ് -7 -2 മൈനസ് ഈ മൈനസ് ഇതാണ് മൈനസ് -7. അപ്പൊ നോക്കൂ, -2 മൈനസ് ഓഫ് മൈനസ് +7. ഒന്ന് പോസിറ്റീവും നെക്സ്റ്റ് വൺ നെഗറ്റീവും, പോസിറ്റീവും നെഗറ്റീവും കൂടെ വരുമ്പോ വലുതിന്ന് ചെറുത് കഴിച്ചു, വലുതിന്റെ ചിഹ്നം ഇട്ടു, വലുതിന്റെ ചിഹ്നം എന്താണ്? +5 ആണ്. ദെൻ ഇതിൽ നിന്ന് y ബാർ ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? 5/4 ആണ്. 5/4 ഈക്വൽ ടു 1.25 ആണ്. y ബാർ 1.25 ആണെങ്കിൽ ഇതിൽ നിന്ന് എക്സ് ബാറിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 2x ബാർ പ്ലസ് 3 into y ബാർ എത്രയെന്ന് പറഞ്ഞു? 1.25 ഈക്വൽ ടു എന്താണ്? -1 ആണ്. അപ്പൊ 2x ബാർ പ്ലസ് 3 into 1.25 എന്താ? 3.75 ഈക്വൽ ടു -1 ആണ്. 2x ബാർ ഈക്വൽ ടു ഈ -1നെ ഇതുപോലെ കീപ്പ് ചെയ്തു. പോസിറ്റീവ് 3.45 ഈക്വൽ ടു ഇങ്ങേ ഭാഗത്ത് വരുമ്പോൾ പോസിറ്റീവ് 3.75 ഈക്വൽ ടു ഇങ്ങേ ഭാഗത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് പോട്ട് എന്തായി മാറി? -3.75 ആയി. 2x ബാർ ഈക്വൽ ടു, അപ്പൊ രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ കൂട്ടുക, കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം ഇട്ടു, 4.75. 2x ബാർ -4.75 ആണെങ്കിൽ x ബാർ ഈക്വൽ ടു -4.75 ഡിവൈഡഡ് ബൈ 2 which is equal to -2.375 ആണ്. Then next one, in an analysis of data based on two variables x and y, the mean and standard deviation of x and y are calculated as. എക്സിന്റെയും വൈന്റെയും മീനുകള്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, കോറിലേഷൻ എല്ലാം തന്നിട്ടുണ്ട്. ഫിറ്റ് എ റിഗ്രഷൻ ലൈൻ ടു എസ്റ്റിമേറ്റ് വൈ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റിഗ്രഷൻ ലൈന് ഫിറ്റ് ചെയ്യണം. വൈ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റിഗ്രഷൻ ലൈന് ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാല് വൈ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള റിഗ്രഷൻ ഇക്വേഷൻ
y minus y bar equal to byx into x minus x bar ആണ് ഫോർമുല. പിന്നെ നമുക്ക് എന്ത് വേണം? byx വേണം. byx കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ നമ്മൾ പഠിച്ചത്? r into സിഗ്മ y by സിഗ്മ x ആണ്. ഇത് ഓർക്കാനുള്ള എളുപ്പ വഴി 6 കോറിലേഷൻ കോഎഫിഷ്യന്റ് 6 ഉണ്ട്. ഇനി നോക്ക, ബിന്റെ കൂടെ ആദ്യത്തത് y അല്ലേ, അപ്പൊ എന്ത് എഴുതുക? സിഗ്മ y എഴുതുക. പിന്നെയുള്ളത് എക്സ്, സോ സിഗ്മ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാല് കോറിലേഷൻ ആണ്. കോറിലേഷൻ 0.68 ഇൻറ്റു സിഗ്മ y പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y. yന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.4 divided by x ന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5.2 which is equal to 0.68 into 3.4 divided by 5.2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.654. ഇനി ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ആൻസർ 0.445. ഇത്രയായി കഴിഞ്ഞാല് റിഗ്രഷൻ ലൈനിലേക്ക് വരിക. y മൈനസ് y ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മീൻ ഓഫ് y ആണ്. yന്റെ മീൻ എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 42 ഈക്വൽ ടു byx. byx 0.445 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എത്രയാണ്? എക്സിന്റെ മീന് 35 ആണ്. y മൈനസ് 42 ഈക്വൽ ടു 0.445 ഇൻറ്റു എക്സ്. അപ്പോ നെഗറ്റീവ് 0.445നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15.575 ആണ്. y ഈക്വൽ ടു 0.445x മൈനസ് 15.575 നെഗറ്റീവ് 42 ഈക്വൽ ടുവിന്റെ ഇങ്ങേ ഭാഗത്ത് വന്നപ്പോൾ പോസിറ്റീവ് 42 ആയി മാറി. വിച്ച് ഈസ് ഈക്വൽ ടു 0.445x. നോക്കൂ, ഈ രണ്ട് ടേംസിലെ എക്സ് ഇല്ല, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. സോ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, വലിയ നമ്പറിന്റെ സൈൻ ഇടുക. ഇപ്പൊ 26.425 ആണെന്ന ആൻസർ വരും. എക്സിന്റെ വാല്യൂ 40 ആവുമ്പോൾ കറസ്പോണ്ടിങ് y വാല്യൂ എത്രയാണ്? ഇപ്പൊ എക്സ് ഉള്ളിടത്ത്, ഈ ഇക്വേഷനിൽ എക്സ് ഉള്ളിടത്ത് 40 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So y equal to 0.445 into x ഉള്ള ഭാഗത്ത് 40 plus 26.425. ഇനി ചെയ്യാനുള്ളത് ഇവ തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പർ പ്ലസ് 26.425 രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 44.225 ആണ് ആൻസർ എന്ന് നിങ്ങൾക്ക് വരും. ചെയ്തു നോക്കുക. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ f of x ഈക്വൽ ടു 100 പ്ലസ് 8x മൈനസ് എക്സ് സ്ക്വയർ. ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക? ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാല് എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ആരുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം? 100 പ്ലസ് 8x മൈനസ് എക്സ് സ്ക്വയർ. ഈ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 100 പ്ലസ് 8 കോൺസ്റ്റന്റ് വെളിയിലെടുത്തു, ഡി ബൈ ഡി എക്സ് ഓഫ് പിന്നെ ആരേ ഉള്ളൂ ഇവിടെ? എക്സ് ഉള്ളൂ. 8നെ വെളിയിലെടുത്തു, പിന്നെ ആരേ ഉള്ളൂ? എക്സ് ഉള്ളൂ. മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ആരാണ്? എക്സ് സ്ക്വയർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എടുത്തു 0 ആണ്, പ്ലസ് 8 തന്നെയായി കീപ്പ് ചെയ്തു. എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 1 മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. എക്സ് റേസ് ടു n ന്റെ ഡെറിവേറ്റീവ്
n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. ഇവിടെ n-ന്റെ പ്ലേസിൽ ആരാണ്? 2 ആണ്. 2 ആയതുകൊണ്ട് എന്തെന്ന് എഴുതാം നമുക്ക്? 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1. അതുപോലെ എഴുതി കൊടുക്കുന്നു 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇത് 0 എഴുതിയാലും ഇല്ലെങ്കിലും പ്രശ്നമില്ലല്ലോ. 8 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 8 മൈനസ് 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 1 തന്നെയാണ്. സോ 8 മൈനസ് 2x ആണ് എന്ത്? ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് 8 മൈനസ് 2x ആണ് എന്ത്? 0. 8 മൈനസ് 2x 0 ആണെങ്കിൽ 8 ഈക്വൽ ടു ആണ് 2x. 8/2 ഈക്വൽ ടു ആണ് x. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ? 4 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 4 ആണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 8 മൈനസ് 2x. പിന്നെ ഡെറിവേറ്റീവ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ ചെയ്തതുണ്ട്, അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അതില് ഫോർമുലാസ് അറിയാതെ ഡെറിവേറ്റീവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ല. നേരത്തെ ഉള്ള ക്ലാസ്സുകൾ കാണുക ഡെറിവേറ്റീവിന്റെ. which is equal to d by dx of 8 minus d by dx of 2x. അതായത് ഈ ബ്രാക്കറ്റ് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി. ഇനി നോക്കൂ, d by dx of 8ന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താണ് പറഞ്ഞു? 0 ആണ്. ഈ മൈനസ് അതുപോലെ ഇട്ട് കൊടുത്തു. 2 കോൺസ്റ്റന്റ് ആണ്. 2നെ ഞാൻ വെളിയിൽ എടുത്തെഴുതി. പിന്നെ ആരേ ഉള്ളൂ? 2 വെളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ? d by dx of x. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സോ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -2 ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയാൽ അതിനർത്ഥം എന്താണ്? ഫംഗ്ഷൻ മാക്സിമം ആണ് എന്നുള്ളത് പറഞ്ഞു. ഇനി ഫംഗ്ഷൻ മാക്സിമം ആയാൽ എത്രത്തോളം നമുക്ക് മാക്സിമം ആവാം എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് എക്സിന്റെ വില 4 എന്നുള്ളത് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 4 ആണെന്ന് കിട്ടി. മാക്സിമം ആവുന്നത് എക്സ് ഉള്ള പ്ലേസിൽ 4 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഉള്ള പ്ലേസിൽ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു 100 പ്ലസ് 8 ഇൻറ്റു 4. 8 ഇൻറ്റു 4 എത്രയാ? 32 മൈനസ് 4ന്റെ സ്ക്വയർ 16. This is equal to 100 plus 32 minus 16 എത്രയാണ്? 16. Which is equal to 116 ആണ് ആൻസർ. If you like the video, please subscribe and press the bell icon.